നാട്ടിലെ ലഹരി ഉപയോഗത്തിന്റെ കണക്കുകൾ അത് ഞെട്ടിപ്പിക്കുന്നതാണ്. ഓരോ ദിവസവും രേഖപ്പെടുത്തുന്ന പുതുതായി രജിസ്റ്റർ ചെയ്യുന്ന കേസുകളുടെ എണ്ണത്തിൽ പോലും വലിയ വർധനമാണ് ഉണ്ടായിരിക്കുന്നത്. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി നടന്നുവരുന്ന പരിശോധനയിൽ ഇന്ന് റിപ്പോർട്ട് ചെയ്തതും അത്തരത്തിൽ നിരവധി കേസുകളുണ്ട് എന്നാണ്. സംസ്ഥാനത്ത് ലഹരി മാഫിയയുടെ അഴിഞ്ഞാട്ടത്തിനും അറുതിയില്ല എന്നത് ഞെട്ടിക്കുന്ന മറ്റൊരു വസ്തുത. ഇന്നും സമാന സംഭവങ്ങളുണ്ടായി. തിരുവനന്തപുരത്തും എറണാകുളത്തും പോലീസിന് നേരെ ലഹരി കേസ് പ്രതികളുടെ ആക്രമണമുണ്ടായി. തിരുവനന്തപുരത്ത് ലഹരി മാഫിയ സംഘം SFI പ്രവർത്തകരെ ആക്രമിച്ചെന്നും പരാതി ഉയർന്നിട്ടുണ്ട്. ലഹരി വിൽപ്പനയിലും ഉപയോഗത്തിലും ഏർപ്പെടുന്നവരെ പിടികൂടാൻ സംസ്ഥാനത്ത് ഓപ്പറേഷൻ ഡി ഹണ്ട് സജീവം. എന്നിട്ടും ഇന്ന് മാത്രമുണ്ടായത് 3 ലഹരി കേസ്. കഴിഞ്ഞ ഒരു മാസത്തെ കണക്കെടുത്താൽ പുറത്തുവരിക ഞെട്ടിക്കുന്ന വിവരങ്ങൾ. തിരുവനന്തപുരം, എറണാകുളം ജില്ലകളിലായി ഇന്ന് മാത്രം റിപ്പോർട്ട് ചെയ്തത് 3 കേസുകൾ. 3 കേസുകളിലും ലഹരി സംഘത്തിന്റെ ആക്രമണത്തിൽ പോലീസുകാരുൾപ്പെടെയുള്ളവർക്ക് ഗുരുതര പരുക്ക്. തിരുവനന്തപുരം പൂജപ്പുരയിലാണ് കഞ്ചാവ് കേസ് പ്രതി SIയെ കുത്തിയത്. പൂജപ്പുര SI സുധീഷിനാണ് കുത്തേറ്റത്. കാപ്പ കേസിൽ ശിക്ഷ കഴിഞ്ഞ് 2 ദിവസം മുൻപ് പുറത്തിറങ്ങിയ പ്രതിയാണ് പട്രോളിങ്ങിനിടെ SIയെ ആക്രമിച്ചത്. ശ്രീജിത്ത് ഉണ്ണി എന്ന പ്രതി കുത്തിയ ശേഷം ഓടി രക്ഷപ്പെട്ടു. വയറ്റിലെ കുത്തു തടയാൻ ശ്രമിച്ച പോലീസ് ഉദ്യോഗസ്ഥന്റെ കൈക്ക് 6 തുന്നലുകളുണ്ട്. പ്രതിക്കെതിരെ വധശ്രമത്തിനുൾപ്പെടെ കേസെടുത്തു. അതേസമയം എറണാകുളം അയ്യമ്പുഴയിൽ മദ്യലഹരിയിൽ യുവതി പോലീസിനെ കയ്യേറ്റം ചെയ്തു. യുവതി പോലീസ് ഉദ്യോഗസ്ഥരുടെ മുഖത്തടിക്കുകയും തള്ളിയിടുകയും ചെയ്തു എന്നാണ് കേസ്. ജീപ്പിനുള്ളിൽ കയറിയതിനു പിന്നാലെ നേപ്പാൾ സ്വദേശിനിയായ ഗീതയും സുഹൃത്തും ജനലിലൂടെ പുറത്തേക്ക് ചാടി. ഇരുവരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ SFI യൂണിറ്റ് അംഗങ്ങളെ ലഹരി മാഫിയ സംഘം ആക്രമിച്ചെന്നും പരാതിയുണ്ട്. പെൺകുട്ടികൾ ഉൾപ്പെടെ 4 പേർക്ക് പരിക്കേറ്റു. മാരകായുധങ്ങൾ ഉപയോഗിച്ച് വെട്ടിപ്പരിക്കേൽപ്പിച്ചു എന്നാണ് പരാതി. നമ്മളെ സ്വയമായിട്ടും ടാർഗറ്റ് ചെയ്ത് കാണണം. അനസും അബ്ദുള്ള എന്ന് പറയുന്ന വ്യക്തികളാണ് നമ്മളെ അടിക്കാൻ നേതൃത്വം വഹിച്ചത്. അവർ രണ്ടുപേരും ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചെന്നുള്ള കാര്യം ഉറപ്പാണ്. പരിശുദ്ധ ബ്ലഡ് വെച്ചാൽ തുറന്ന് അന്ന് ഇതുപോലെ അവർ ഫസ്റ്റ് ചീത്ത വിളിക്കുകയും ഞാനാണ് അന്ന് മൊഴി പറഞ്ഞത്. അതിൻ്റെ വ്യക്തിപരിഹാരം തീർക്കാൻ വേണ്ടിയായിരിക്കണം അവരിപ്പോൾ ഇന്നലെ ഞങ്ങളെ ഉപദ്രവിച്ചത്. ലഹരി ഉപയോഗം മൂലം സംസ്ഥാനത്തെ ക്രമസമാധാന നില അപ്പാടെ തകരുന്നു. ഓരോ കുടുംബങ്ങളിലും വീഴുന്ന കണ്ണുനീരിന്റെ വിലയും ചെറുതല്ല. ഇനി ഇതിനെക്കുറിച്ചെല്ലാം എപ്പോൾ അവബോധമുണ്ടാകുമെന്നത് തന്നെയാണ് ചോദ്യം. മേഘ്ന മുരളി, 24, തിരുവനന്തപുരം.